നമ്മൾ പോകുന്ന സ്ഥലം ഊട്ടിക്കാണ്. ബാഗെല്ലാം ബാക്കി വെച്ചിട്ടുണ്ട്. ഇത് വാണിയത്, ഇത് എൻ്റെ ബാഗ്. ഓക്കെ, നമ്മളതിനെ ഹൈവേ കയറിയിട്ടുണ്ട്. വേറെ വിഷയമൊന്നുമില്ല. സൂപ്പറായിട്ട് റോഡ് കേട്ടോ, അടിപൊളി. നേരെ പോയ പന്തളം, ചെങ്ങന്നൂർ, അങ്കമാലി, മൂവാറ്റുപുഴ, കോട്ടയം, ചങ്ങനാശ്ശേരി എല്ലാം നേരെ പോയാൽ മതി. സത്യം പറഞ്ഞ പുതിയ എക്സ്പീരിയൻസ് ആണ്. ഇങ്ങോട്ട് റൂട്ട് നടന്നുകൂടാ. കമോൺ ഗൈസ്, കട്ടൊക്കെ നിൽക്കണം. വാ വാ വാ. അടിച്ചു പൊളിക്കണം. അടിച്ചു പൊളിച്ചിട്ട് വണ്ടി ലുക്കല്ലേ, പൊളി, ഒരു രക്ഷയില്ല. ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞോളത്. അപ്പോൾ ഇപ്പോൾ കഴിച്ച ആഹാരത്തിന് റേറ്റ് പറഞ്ഞില്ലല്ലോ, പറയാം. ഇപ്പോൾ 2 വാനില ഷേക്ക്, ഒരു സാൻഡ്വിച്ച്, ഒരു പഫ്സ്, ഒരു സമൂസ, ഒരു വാട്ടർ ബോട്ടിൽ എല്ലാം ചേർത്ത് 200 ആയിട്ടുണ്ട്. ഇതാണ് ലഞ്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ളത്. ഓക്കെ ഓക്കെ, സൂപ്പർ സ്ഥലമല്ലേ. മീൻകുന്നം ചർച്ചല്ലേ, മീൻകുന്നം ചർച്ച. ലൊക്കേഷൻ പൊളി കേട്ടോ, അങ്ങോട്ട് ആടി പൊളിയാക്കണം. അങ്ങോട്ട് സൂപ്പർ അല്ലേ. ഇതൊക്കെ കണ്ടിങ്ങനെ ട്രാവൽ ചെയ്യാൻ എന്ത് സുഖം എന്ന് പറയുമ്പോൾ, എന്ത് രസം. സൂപ്പർ കേട്ടോ. നമ്മളൊക്കെ ഭാഗ്യം ചെയ്ത ആൾക്കാരാണ് അല്ലേ. ട്രാവൽ തന്നെ ജോലിയായി കഴിഞ്ഞാൽ വേറെ എന്ത് വേണം അല്ലേ ലൈഫിൽ. അതാണ് ട്രാവൽ ബ്ലോഗ്. നമ്മളങ്ങനെ മൂവാറ്റുപുഴ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്ര കിലോമീറ്റർ? ഇവിടെ നിന്ന് പാലക്കാട് 150. ഓക്കെ, ഇവിടെ നിന്ന് പാലക്കാട് 149 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ മണി ഇപ്പോൾ കറക്റ്റ് 3:45 വേറെ വിഷയമൊന്നുമില്ല. സൂപ്പർ പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്കൂൾ ടൈമല്ലേ, നല്ല ട്രാഫിക് ബ്ലോക്കാണ് ഇങ്ങോട്ടൊക്കെ. അതൊക്കെ കയറി പോകാം. അപ്പോൾ മൂവാറ്റുപുഴ ഭാഗത്ത് നമ്മളെ കേൽറ്റിയൻ ഫാമിലി ആരെയും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഹായ് പറഞ്ഞേക്കാം. ഹായ് കേൽറ്റിയൻ ഗായ്സ്, ഹായ് മൂവാറ്റുപുഴ ഗായ്സ് അല്ലേ. ഓക്കെ, വണ്ടി നിർത്തിയായിരുന്നു. ടോയ്ലറ്റിൽ പോകണം അർജൻറ്റ്. ഇനി കുറേ ട്രാവൽ ചെയ്യണ്ടല്ലോ. ഇറങ്ങിക്കോ, ടോയ്ലറ്റൊക്കെ പോയിട്ട് വന്ന്. ഓക്കെ, പോന്നാ. ഇപ്പോഴാണ് കുറച്ച് സമാധാനമായത്. ഓ, എന്തോ ഒരു വലിയ ഭാരം ഇറക്കി വെച്ച പോലെ അല്ലേ. ഓക്കെ, പോന്നാ. നമുക്കിപ്പോൾ നേരെ അങ്ങോട്ട് പോകാൻ അല്ല അങ്ങോട്ട് തന്നെ പോകാം. കോയമ്പത്തൂർ അല്ലേ, വേറെ അങ്ങോട്ട് പോകാൻ. നല്ല ചൂട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ചൂടുണ്ടാവും, ഇടയ്ക്കിടയ്ക്ക് നല്ല കൂളിംഗ് ആയിരിക്കും. എന്താണ് എനിക്ക് തോന്നുന്നു ഓരോ ജില്ലയ്ക്ക് ഓരോ ക്ലൈമറ്റാണ് കേട്ടോ. നമ്മളങ്ങനെ പെരിയാർ എത്തിയിട്ടുണ്ട്. ഇവിടെ കട്ട ബ്ലോക്ക് കേട്ടോ ഈ പാലത്തിൽ. ഒരു രക്ഷയില്ല. ഒരു അരമണിക്കൂർ കൊണ്ട് ബ്ലോക്കാണ്. 2 സൈഡ് സൂപ്പർ വ്യൂ പോയിന്റ് കേട്ടോ. കാണിച്ചു തരണോ? കണ്ടാ സംഭവം. പെരിയാറെന്ന് പറഞ്ഞത് പെരിയാറ് തന്നെ, വലിയ ആറ് കേട്ടോ. കടൽ പോലെ കിട്ടും. അമ്മോ, ഇതിൻ്റെ വീതി കണ്ടാ. നല്ലപോലെ ഇറങ്ങി കാണിക്കാൻ പറ്റില്ല, കാരണം അത്ര ബ്ലോക്കാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പണി കിട്ടും. അതുകൊണ്ട് നമുക്ക് നേരെ പോയിക്കളയാം, വെക്കണ്ട. അങ്ങനെ എങ്ങനെയൊക്കെ കാലെടുത്തി കേട്ടോ. അപ്പോൾ എന്തൊരു ബ്ലോക്ക് ഇത്. ഇവിടെയും ബ്ലോക്ക് ഉണ്ട്, കുഴപ്പമില്ല. പയ്യെ കയറി പോവാം. ഓഫീസ് ടൈമല്ലേ, ബ്ലോക്കാണ് എന്തായാലും. കൊള്ളാം ബിൽഡിംഗ്. ഈ ബിൽഡിംഗ് സൂപ്പർ അല്ലേ. സംഭവം എന്താണത്? കോളേജാ? എന്തൊരു കോളേജ്? ഓ, സാൻസ്ക്രിറ്റ് കോളേജാണോ? അപ്പോൾ കാലടി ഭാഗത്ത് നമ്മൾ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഹായ് പറഞ്ഞേക്കാം. ഹായ് കാലടി ഗായ്സ്. ലോറി ഇഷ്ടം പോലെ ലോറി കേട്ടോ. ഈ സമയത്തൊക്കെ ലോറി വിടാൻ പാടില്ല, കട്ട ബ്ലോക്കാവണം കേട്ടോ. ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മളങ്ങനെ അങ്കമാലി എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നേരെ പോയി റൈറ്റ് പോകണം തൃശ്ശൂർ പോകാനായിട്ട്. ഈ ലോറി എണ്ണന്മാർ ഭയങ്കര ശല്യമാണല്ലോ. എവിടെ പോയാലും സൈഡ് കയറി വരും. ഓ, റൈറ്റും കയറാൻ പറ്റില്ല, ലെഫ്റ്റും കയറാൻ പറ്റില്ല. ലെഫ്റ്റ് കയറിയാൽ റോങ് സൈഡ് എന്ന് പറയും. റൈറ്റ് കയറി കഴിഞ്ഞാൽ സ്ഥലമില്ല കയറാൻ. എന്താന്ന് ചെയ്യും നമ്മൾ, ആലോചിച്ച് നോക്ക്. ലോറി എണ്ണ ഭയങ്കര പ്രശ്നമാണല്ലോ. ടങ്ക് ടക്ക് ടക്ക് ടക്ക്. ചുമ്മാ ഒരു പാട്ട്. എങ്ങനെയുണ്ട്? അങ്കമാലി ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് പോകണം അല്ലേ. സിഗൽ വേണ. ഓ, തളർന്ന് കേട്ടോ. ഒരുപാട് വെള്ളം കുടിച്ച്. സത്യം പറഞ്ഞാൽ ഹൈവേയിൽ പോകാൻ എളുപ്പമാണ്. ഇതുപോലത്തെ സിറ്റിക്കകത്തൂടെ പോകാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഇതാണ് അങ്കമാലി. അപ്പം അങ്കമാലി പ്രധാനമന്ത്രി ആരാന്ന് പറഞ്ഞേ? അമ്മാവൻ. ആ അങ്കമാലിയാണ് ഈ അങ്കമാലി അല്ലേ. ഓക്കെ, അങ്ങനെ വെൽക്കം ടു തൃശ്ശൂർ ജില്ലയുടെ ബോർഡ് കണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തൃശ്ശൂരിലോട്ട് എൻ്റർ ആയിട്ടുണ്ട്. വേറെ വിഷയമൊന്നുമില്ല. അപ്പോൾ ഇനി നമ്മൾ നേരെ പോകുന്നത് പാലക്കാട് അല്ലേ. അപ്പോൾ അങ്ങനെ തൃശ്ശൂർ എത്തി അല്ലേ. ഉഷ്ണം എന്ത് ശാന്തി കൃഷ്ണ, ഇങ്ങനെയല്ലേ പഴഞ്ചൊല്ലേ. റോഡ് സൂപ്പർ കേട്ടോ, ഒരു രക്ഷയില്ല. തൃശ്ശൂർ റോഡ് ബൈപ്പാസ് ആണെന്ന് തോന്നുന്നത്. ഇവിടെ നിന്ന് ഇനി പാലക്കാട് 93 കിലോമീറ്റർ ദൂരമുണ്ട്. മണി ഇപ്പോൾ കറക്റ്റ് 5:30 മണിയാവാറായി. ഇപ്പോൾ എവിടെയെങ്കിലും വണ്ടി ഒതുക്കിയിട്ട് ചായ പിടിക്കാം, കുറച്ച് ബോട്ട് അല്ലേ. അങ്ങനെ തൃശ്ശൂർ ബൈപ്പാസ് പാലം കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. സൂപ്പർ റോഡ് കേട്ടോ, ഒരു രക്ഷയില്ല. അങ്ങോട്ട് മല കാണാൻ പറ്റുന്നുണ്ട് സൂപ്പറായിട്ട്. ഉള്ള വേറെ ലെവൽ കേട്ടോ. എത്രയും പെട്ടെന്ന് പോകണമെങ്കിലേ മല കുഴപ്പമില്ല കാണാൻ പറ്റുള്ളൂ. ഇല്ല ഇരുട്ടി കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റില്ല. സൂപ്പർ വ്യൂ പോയിൻ്റ് കൊണ്ട് പാലക്കാട് പോകുമ്പോഴേക്കും അല്ലേ. സൂര്യനെ അസ്തമിക്കാൻ സമയമായി. ഓ, കണ്ണിന് നേരെ കാറടിക്കണം കേട്ടോ. എനിക്കൊന്നും കാണാൻ പറ്റില്ല. ഇതുപോലത്തെ വൈകുന്നേരം സമയത്താണ് ട്രാവൽ ചെയ്യേണ്ടത്. ഉച്ച സമയത്തൊക്കെ ചത്തു പോകും. അപ്പോൾ എന്ത് നൂഡിൽസായിപ്പോൾ. ഓക്കെ, ചായ കുടിച്ചിട്ട് പോവാം. ഇന്ത്യൻ കോഫി ഹൗസ്. ഭയങ്കര ചായ ദാഹം, വെള്ളം ദാഹം പോലെ ചായ ദാഹം അല്ലേ. ക്ഷീണം ഒരു രക്ഷയില്ല. ഓ, വണ്ടി എവിടെ കൊണ്ടുവയ്ക്കാം? ഈ സൈഡിൽ വയ്ക്കാം. വാ, കുറച്ച് വിശ്രമിക്കാം. കൈയും കാലൊക്കെ തളർന്നു പോയി. ഇന്ത്യൻ കോഫി ഹൗസ്. 2 കോഫി ഓർഡർ ചെയ്തിട്ടുണ്ട്. സപ്പോസ് ചായ ഓർഡർ ചെയ്ത് വന്നത് കോഫി ആയി, കുഴപ്പമില്ല. അങ്ങനെ ചായ ഓർഡർ ചെയ്ത് കോഫി കുടിച്ചിട്ടുണ്ട്. കോഫി റേറ്റ് എന്ന് പറയുന്നത് എത്ര? കോഫി റേറ്റ് എന്ന് പറയുന്നത് 36 രൂപയാണ്. 17 + 17 34 രൂപ + 2 രൂപ GST
എന്തോ GST എന്തോ എല്ലാത്തിനും GST. ഇനി മിക്കവാറും ഇനി ശ്വാസം മുട്ടതിനും പിടിച്ചതിനൊക്കെ GST പിടിക്കുമായിരിക്കും മിക്കവാറും. കയറി പോന്നാ. അപ്പോൾ നമ്മൾ വീണ്ടും ഹൈവേ കയറിയിട്ടുണ്ട്. മണി ഇപ്പോൾ കറക്റ്റ് 6:10 ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് കറക്റ്റ് 150 കിലോമീറ്റർ മേലെ ദൂരമുണ്ട് കോയമ്പത്തൂർ പോകാനായിട്ട്. അപ്പോൾ നല്ല കോഫി കുടിച്ചാൽ എനർജി ആയിട്ടുണ്ട്, വേറെ വിഷയമൊന്നുമില്ല. നല്ല കട്ടയ്ക്ക് മുന്നോട്ട് പോവുകയാണ്. ഇപ്പം നേരത്തെ കുറച്ച് ക്ഷീണിച്ചേട്ടാ, കാലും കൈയൊക്കെ നല്ല താളം അറ്റ അടിപൊളി അല്ലേ, സൂപ്പറായിരുന്നു കണ്ടാ, അടിപൊളി സീനറി. സൂര്യൻ കണ്ണൈ കസക്കും സൂര്യനോ റെഡ് കളറിൽ നല്ല തിളങ്ങിയാണ് സൂര്യൻ കേട്ടോ, അടിപൊളിയായിട്ട്. നമ്മൾ ട്രിവാൻഡ്രം ടു കോയമ്പത്തൂർ വ്ളോഗ് എന്നാണ് 2 പാർട്ടായി മിക്കവാറും വരുന്നത്. കാരണം വേറെ ഒന്നുമില്ല, അപ്പോൾ ഒറ്റ പാർട്ടാക്കി കഴിഞ്ഞാൽ ലെങ്ത് കൂടി ലാഗായി പോകും. അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്ന വ്ളോഗ് 2ാമത്തെ വ്ളോഗ് ആയിരിക്കാം. ഇപ്പോൾ ഈ വ്ളോഗിൽ എൻ്റെ ആവുന്നത് റൂമിൽ പോയി നമ്മൾ സ്റ്റേ ചെയ്യുന്നു, അതോടെ തീരുകയാണെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് അറിഞ്ഞോട് എങ്ങനെയാണെന്നുള്ള എഡിറ്റ് ചെയ്യാൻ പറയാൻ പറ്റുള്ളൂ. സംഭവം വണ്ടി നേരെ ബ്രേക്ക് ഇല്ല സ്കിഡായി കയറിയാണെന്ന് തോന്നുന്നു കേട്ടോ. എങ്ങനെ കയറിയത് ചിലപ്പോൾ ഓവർ സ്പീഡ് ആയിരിക്കും അല്ലേ, ഭാഗ്യത്തിന് ആർക്കൊന്നും പറ്റിയില്ല. സംഭവം ഡിവൈഡറിൽ കയറി കിടക്കാം കേട്ടോ. ഓക്കെ സേഫ് ആണല്ലോ. എനിക്ക് തോന്നുന്നു സംഭവം ഫ്രണ്ടിലായി വണ്ടി നിന്നാണ് കേട്ടോ, പെട്ടെന്ന് ബ്രേക്ക് അടിച്ച് കാണും. ഇപ്പോൾ ഇങ്ങനെ എന്ത് വെട്ടിച്ച് വളച്ച് കാണും, വളച്ചപ്പോൾ ഡിവൈഡറിൽ കയറി സംഭവം കുടുങ്ങിയാണ് കേട്ടോ. വേറെ കുഴപ്പമൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇതുപോലെ കുറേ സംഭവം നടക്കും ഹൈവേയിൽ പോകാൻ നേരത്ത്. അപ്പോൾ നോക്കിക്കൊണ്ട് പോയാൽ നമുക്കുള്ളൂ അല്ലേ. അതുകൊണ്ട് മാക്സിമം സൂക്ഷിച്ച് വണ്ടി ഓടിക്കണം. നമ്മൾ ഫ്രണ്ട് മാത്രം നോക്കിയാൽ പോരാ, 2 കണ്ണാടി നോക്കി ബാക്ക് സൈഡ് നോക്കണം, വണ്ടികൾ പറഞ്ഞില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അല്ലേ. തുണി എന്ത് കെട്ടിക്കുന്നത് ഇത്രയ്ക്ക് എന്തിനിത്? എനിക്ക് തോന്നണേ ഇതുമാരെ ഗേൾ ഫ്രണ്ടിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി കെട്ടിയതായിരിക്കാം, ഓരോ സാരിയുടെ പീസായിരിക്കും ചിലപ്പം. കുറേ ഉണ്ടല്ലോ ഇത്, എത്ര ഗേൾ ഫ്രണ്ട്, എന്തൊക്കെ ആചാരങ്ങളല്ലേ ഇതൊക്കെ. എനിക്കെന്തിന് എനിക്കൊന്നും വേണ്ട, എനിക്ക് ഒന്നേ സഹിക്കണില്ല, അവരാണ് 2 വേണോ ഗേൾ ഫ്രണ്ട് എനിക്ക് ചോദിക്കണമാണ്. അങ്ങനെ ടോൾ ബൂത്ത് എത്തി കഴിഞ്ഞിട്ടുണ്ട്. ടോൾ ബൂത്ത് നമുക്ക് ഫ്രീ ആണ്, കാരണം ബൈക്ക് സന്തോഷം. അപ്പം നമുക്ക് ഫ്രീ ആണ്, വേറെ വിഷയമൊന്നുമില്ല. ബൈക്കിന് എപ്പോഴും ഫ്രീ ആണ്, അവിടെ പോയത് അല്ലേ. നോ പൈസ നോ മണി അല്ലേ. ഇതേപോലെ ടോൾ ബൂത്ത് ഫ്രീ പോലെ പെട്രോൾ ഫ്രീ ആണെങ്കിൽ കൊള്ളായിരുന്നു അല്ലേ, എന്ത് രസമായിരിക്കും അല്ലേ. എവിടെ കറങ്ങാൻ പോകാം അങ്ങനെയാണെങ്കിൽ. മണി ഇപ്പോൾ കറക്റ്റ് 6:30 മണി ആയിട്ടുണ്ട്. പാലക്കാട് ഇവിടെ നിന്ന് കറക്റ്റ് 66 കിലോമീറ്റർ ഉണ്ട്. കോയമ്പത്തൂരാണെങ്കിൽ 120 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ എന്തായാലും കോയമ്പത്തൂർ എത്തുമ്പോൾ എത്ര മണിയാവും, 8-9 മണിയാവുമായിരിക്കും അല്ലേ. സൈൻ ബോർഡ് കിടക്കണം. ലെഫ്റ്റ് പോയ തൃശ്ശൂർ ഗുരുവായൂർ, നേരെ പോയ പാലക്കാട് സേലം. നമ്മൾ നേരെ പോകണ്ടല്ലേ, തൃശ്ശൂരിൽ പോകണം. നമ്മൾ പാലക്കാടിലേ പോകേണ്ടത്, കൺഫ്യൂസ് ആക്കാതെ വേണേ. തൃശ്ശൂർ സിറ്റിക്കകത്ത് പോണത്. അടിപൊളി വേറെ ലെവൽ കേട്ടാ. റോഡെന്ന് പറഞ്ഞാൽ ഇതാണ് റോഡ് അല്ലേ, ബൈപ്പാസ് ഹൈവേ. എന്ത് രസം കണ്ട, സൂപ്പർ അല്ലേ. അയ്യോ ഇവിടെയൊക്കെ സത്യം പറഞ്ഞാൽ ക്യാമറ മറ്റേ സെൽഫി സ്റ്റിക്കിൽ പിടിച്ച് കറക്കണമായിരുന്നു അല്ലേ. സമയമില്ല, പെട്ടെന്ന് പോകാം. എന്തായാലും അടുത്ത നമ്മൾ ഊട്ടിക്ക് പോകുമ്പോൾ ചെയ്യാതൊക്കെ അല്ലേ. ഇപ്പോഴത്തേക്ക് ഇത്രയും കാണിച്ചാൽ മതി, ഈ ആംഗിൾ മാത്രം. സൂപ്പർ അല്ലേ, അടിപൊളിയാക്കണം. എന്തൊരു വൈബ് കണ്ട, ട്രാവൽ വൈബ് അല്ലേ. ഇതാ ദൂരം മല, ആ മല വഴിയാണ് പോകേണ്ട കേട്ടോ. നമ്മൾ തന്നെ അങ്ങനെയാണ് പോകേണ്ടത്. ഞാൻ പോയിട്ടില്ല, ചുമ്മാ പറഞ്ഞേ ഉള്ളൂ. ഈ സമയത്ത് പറ്റി പെടാതെന്ന് അറിയാമോ. മല കുഞ്ഞിൻ്റെ പേര് മല, അതുപോലത്തെ മല. സൂപ്പർ അല്ലേ, അടിപൊളിയായിട്ട് ലൊക്കേഷൻ. പൊളി നോക്ക് ഇങ്ങോട്ട്, അടിപൊളി സീനറി കേട്ടാ. കുറച്ചുകൂടെ വിളിച്ചു പോകണമായിരുന്നു അല്ലേ, കുറച്ചുകൂടെ വിളിച്ചുകൊണ്ട് സൂപ്പറായിരുന്നു കാണാൻ. അപ്പോൾ ഇങ്ങോട്ട് ഫസ്റ്റ് ടൈമിൽ വരുന്നത് ഒരു പുതിയ വൈബ് കേട്ടോ, പുതിയ ഫ്രഷ് ഫീലാണല്ല കാണുന്നില്ല. നമ്മളെ സ്പീഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 66-70 പോകുന്നത്, കറക്റ്റ് സ്പീഡാണ്. ഈ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ നല്ല മൈലേജ് കിട്ടും വണ്ടിക്ക്. അതായത് ഈ ഹൈവേയിൽ 3 ട്രാക്ക് ഉണ്ട്, 1, 2, 3. ഇത് സ്ലോവിൽ പോകണം, നടുക്കുള്ളത് കുറച്ച് സ്പീഡിൽ പോകണം, അപ്പുറത്തുള്ളത് ഹൈ സ്പീഡിൽ പോകണം. അപ്പോൾ നമ്മൾ ആ ട്രാക്കിൽ പോകണം നമ്മൾ തീരുമാനിക്കണം. ഞാൻ പോകുന്ന ഈ ട്രാക്കിലാണ്, ഇടയ്ക്കിടയ്ക്ക് ആ ട്രാക്കിൽ കയറും സ്പീഡ് കൂട്ടാൻ നേരത്തെ. ഇത്ര തന്നെ കൊള്ളാട്ടോ, സൂപ്പറായിട്ട് വേറെ ലെവൽ ഫീൽ കേട്ടാ. സത്യം പറയാലും മുടക്കിയ പൈസയ്ക്ക് പുറത്താണ്. പിന്നെ യൂട്യൂബിൽ നിന്ന് പറഞ്ഞ റവന്യൂ ബോണസാണ്, മനസ്സിലായ ആ ലെവലാണ്. ഇപ്പം ആദ്യമൊക്കെ ഒരു വിഷമം ഉണ്ടായിരുന്നു പൈസ ചിലവാക്കി പോകണതിൽ, ഇപ്പോൾ ഒരു വിഷമവുമില്ല, ഹാപ്പിയാണ്. എന്തായാലും എല്ലാം കൂടി 10,000 ചിലവായിരിക്കും, കുഴപ്പമില്ല. ആ ചിലവിനുള്ള വർത്ത് എന്തായാലും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് വേറെ വിഷയമൊന്നുമില്ല. ലൈഫ് അടിച്ച് പൊളിക്കണം ഗായ്സ്, കം ഓൺ. ഇതേത് പാലമ ടോൾ ബൂത്താ, പാലം തന്നെ. ഓക്കെ പാലം തന്നെ. അപ്പോൾ കൊള്ളാമല്ലോ, സൂപ്പറായിക്കണല്ലോ. വലിയ മലയല്ലേ, അടിപൊളിയാക്കണം. അമ്മോ വേറെ ലെവൽ കേട്ടാ. കുഴപ്പമില്ല, കുറച്ച് വെളിച്ചമുണ്ട്, ഇത്രയും കാണാൻ പറ്റുന്നു വെളിച്ചത്തിൽ അല്ലേ. ടണൽ കേട്ടാ, വേറെ ലെവൽ, സൂപ്പർ. ഇതാണ് അല്ലേ, ഇത് സത്യം പറഞ്ഞാൽ പ്രതീക്ഷിച്ചില്ല കേട്ടാ. ഓക്കെ സൂപ്പർ. ഇനിയാണ് മോനെ സീനറി. ഹോളിവുഡ് സിനിമയിൽ കാണും പോലെ, ടെർമിനേറ്ററിലൊക്കെ സീൻ കണ്ട പോലെ അല്ലേ. ഇതെന്തോന്നത്, പൊളി തള്ള വേറെ ലെവല്. തിരുവനന്തപുരംകാരൻ പാലക്കാട് റോഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, അത് ടണൽ വഴി അല്ലേ. ലോറി സൈഡിൽ കയറാൻ പാടില്ല, വേറെ വഴിയില്ല, കയറിയാൻ പറ്റൂ. മാറണ ലോറിയണ പോട്ടണ. വാ, ഹോളിവുഡ് സിനിമയിൽ പോകുമ്പോൾ അല്ലേ, ഈ നായകന് വില്ലൻ ചേച്ചി കൊണ്ടല്ലോ, അതുപോലെയൊക്കെയാണ് ഈ സീനറി അല്ലേ.
അപ്പോൾ ഇവിടെ ജംഗ്ഷനെ കൊണ്ട് റൈറ്റ് സൈഡിൽ വേറെ വഴിയൊക്കെ പോകുന്നുണ്ട്. എങ്ങോട്ട് പോകണം പറഞ്ഞൂടാ. എന്തായാലും പൊളി കേട്ടോ, സൂപ്പറായിരുന്നു. ഓ ഇങ്ങോട്ടല്ലേ, അതങ്ങോട്ട് എക്സിറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് ഗുഹ പോലെ പോയിക്കൊണ്ടിരിക്കണം അങ്ങോട്ട്. സംഭവത്തിൽ വലിയ മലയാണ്. മലയുടെ അടി കൂടെ ഒരു ഹോളിട്ട് അതിനെ ടണലാക്കിയാണ് നമ്മൾ അത് ട്രാവൽ ചെയ്യുന്നത്. കറക്റ്റ് 1 കിലോമീറ്റർ ദൂരം ഉണ്ടല്ലേ. കാണും സംഭവം പൊളിയാണ് ഗൈസ്. വർത്ത് കേട്ടാ, വർത്ത്. എങ്ങനെയുണ്ട്? പൊളിയല്ലേ? അടിപൊളി കേട്ടാ. പൊളിച്ചേ. ടണൽ ഫുൾ ചൂട് കേട്ടാ അല്ലേ? ടണൽ ഫുൾ ചൂടായിരുന്നല്ലേ? ഇപ്പോൾ തണുപ്പുണ്ട്. അപ്പോൾ അടുത്ത ടോൾ ഗേറ്റ് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ടോൾ ഗേറ്റ് ആയാലും കോൾഗേറ്റ് ആയാലും നമ്മൾ പൈസ കൊടുക്കില്ല, ഫ്രീ ആയിട്ട് കയറിപ്പോ. അതാണ് ബൈക്കിനുള്ള ഗുണം അല്ലേ? എവിടെയാണ് ബൈക്കിനുള്ള ലെഫ്റ്റ് ഇല്ലേ? പൈസ അടയ്ക്കണോ? തേച്ചാ എമർജൻസി വെഹിക്കിൾ. ബൈക്കിന് എങ്ങോട്ടാണ്? അങ്ങോട്ട് പോവാമല്ലോ. ശരി നോക്കട്ടെ. ആംബുലൻസ് ആൻഡ് എമർജൻസി വെഹിക്കിൾസ് എടുക്കുന്നത് ഉണ്ടാ. ടോൾ ഗേറ്റ് ആയാലും കോൾഗേറ്റ് ആയാലും നമുക്ക് ഫ്രീ ആണ് അല്ലേ? ടോൾഗേറ്റ് ശരിയാണല്ലേ? കോൾഗേറ്റ് പൈസ അടയ്ക്കണം, டோல்கேட் பைசா அடக்கணும். பஞ்சு நல்லா இருக்கான்னு மட்டும் பார்க்கணும், அதுக்குள்ள ஆராய்ச்சி பண்ணக்கூடாது. இதை எழுதி மனப்பாடம் பண்ண நான் எவ்வளவு சிரமப்பட்டேன் தெரியுமா? ഈ ടോൾഗേറ്റ് ഏതെന്ന് അറിഞ്ഞൂടാ. മാപ്പ് നോക്കിയിട്ടില്ല, നേരെ വിട്ട് പോവുകയാണ്. ഇപ്പോൾ എന്തായാലും നേരെ പോകുന്നത് പാലക്കാടായിരിക്കും അല്ലേ? അത്ര തന്നെ, വേറെ നോക്കണില്ല. സംഭവം സൂപ്പർ സീനറിയാണ്. നൈറ്റ് റൈഡ് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് പോവുകയാണ്. വേറെ ലെവൽ എക്സ്പീരിയൻസ് കേട്ടോ, അധികം പറയാമല്ലോ. അപ്പോൾ ലെഫ്റ്റ് സർവീസോട് പോയ പാലക്കാടാണ്. നമ്മൾ നേരെ അങ്ങോട്ടാണ് പോകുന്നത്. അങ്ങോട്ട് ഹൈവേയിലുണ്ട്, അപ്പോൾ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. അങ്ങനെ അടുത്ത കോയമ്പത്തൂർ ടോൾ ബൂത്ത് എത്താറായി. വാളയാർ വടക്കാഞ്ചേരി. ഓ അതാണല്ലേ? അവിടെ ഓക്കെ കേട്ടാ. സംഭവം മാറിപ്പോയി ടോൾ ബൂത്ത്. കേട്ടില്ല, നമ്മൾ കയറി ലൈൻ മാറിപ്പോയി. അപ്പോൾ ഇനി 36 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കോയമ്പത്തൂർ എത്താനായിട്ട്. നമ്മൾ കോയമ്പത്തൂർ ഗാന്ധിപുരം എന്ന ഏരിയയിലാണ് പോകേണ്ടത്. അവിടെയാണ് കുറേ റൂംസൊക്കെ കിട്ടുന്ന സ്ഥലമെന്ന് പറഞ്ഞത്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ കോയമ്പത്തൂർ ലൊക്കേഷൻ അറിഞ്ഞൂടെ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ അന്വേഷിക്കാം. ഓക്കെ, നമ്മൾ ഹൈവേ സർവീസോട് കേട്ടിട്ടുണ്ട്. ഇവിടെയാണ് കോയമ്പത്തൂർ പോകേണ്ട റൂട്ട്. ഇപ്പോൾ ഹൈവേ നേരെ പോകണ സേലമാണ്. നമ്മളെന്തായാലും മാപ്പ് നോക്കി കറക്റ്റ് തിരിച്ചുകൊണ്ട് വേറെ വിഷയമൊന്നുമില്ല. ഇവിടെ നിന്ന് കറക്റ്റ് 16 കിലോമീറ്റർ ദൂരമുണ്ട് കോയമ്പത്തൂർ അകത്ത് പോകാൻ വേണ്ടിയിട്ട്. സത്യം പറയില്ല, അത് പുതിയ റൂട്ട്, പുതിയ സ്ഥലത്ത് പോകുമ്പോൾ ചെറിയൊരു ടെൻഷൻ ഉണ്ടില്ലെന്ന് പറയില്ല. പിന്നെ നമ്മൾ കറക്റ്റ് നോക്കി പോയാൽ മതി, വേറെ വിഷയമില്ല. പിന്നെ ബാക്കി നമ്മളെ കയ്യിലാണുള്ളത്. കറക്റ്റ് ചോദിച്ച് കറക്റ്റ് റൂം എടുത്ത് നല്ല ബഡ്ജറ്റിൽ ഒതുങ്ങി റൂം എടുത്ത് കഴിഞ്ഞാൽ രക്ഷപ്പെട്ട്. നമ്മളെ പറ്റിക്കാൻ വേണ്ടി കുറേ പേര് വരും. അവിടുത്തെ നമ്മൾ ക്ലിയർ ആയിട്ട് ഉഷാറായിട്ട് ഡീൽ ചെയ്യണം. അതൊക്കെയാണ് ഏറ്റവും വലിയ കാര്യങ്ങൾ, മനസ്സിലായതിനകത്ത്. നമ്മളങ്ങനെ കോയമ്പത്തൂർ സിറ്റിക്കകത്ത് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങോട്ട് പോകുന്നതോറും കുറച്ച് സിറ്റിയൊക്കെ വരുന്നുണ്ട്, നല്ല പോലെ അടിപൊളിയായിട്ട് ഒരു സിറ്റി വൈബ് കിട്ടുന്നുണ്ട്. വേറെ വിഷയമൊന്നുമില്ല. അങ്ങനെ കോയമ്പത്തൂർ സിറ്റിക്കകത്ത് കയറിയിട്ടുണ്ട്. എനിക്ക് ഗാന്ധിപുരം പോകണോ ഇവിടെ റൂം എടുക്കാമായിരുന്നല്ലേ? എங்கே റൂം കിടക്കിങ്ക. ഇവിടുത്തെ ഭാഷ എങ്ങനെയാണല്ലേ? നല്ല മര്യാദയുള്ള സ്നാങ് കാണാം, ബഹുമാനിക്കും, മനസ്സിലായ? മൂത്തവരായി ഇളവരായാലും വാങ്ക പോങ്ക എന്ന് വിളിക്കോളൂ. അപ്പോൾ ഇവിടെ കോയമ്പത്തൂരിലെ മെട്രോ വരെയാണ് കേട്ടോ. സൂപ്പർ. പണി നടക്കുകയാണ്, വേറെ ലെവൽ കേട്ടോ. കോയമ്പത്തൂരൊക്കെ വലിയ സിറ്റിയാണ് കേട്ടോ. ഇപ്പോൾ ട്രിവാൻഡ്രത്തിൽ കൂടെ ഒന്നേ ഉള്ളായിരുന്നു മെട്രോ ട്രെയിൻ അല്ലേ? നമുക്ക് ഏകദേശം പണി കംപ്ലീറ്റ് ആവാറായി, കുറച്ചുകൂടെ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ലൊക്കേഷൻ എത്താറായിട്ടുണ്ട്. ഇവിടെ IVY റൂംസ് ഉണ്ട്, അവിടെയാണ് നമ്മൾ ബുക്ക് ചെയ്യാൻ പോകുന്നത്. വിളിച്ച് ചോദിച്ച റൂംസ് അവൈലബിൾ ആണെന്ന് പറഞ്ഞത്. വേറെ വിഷയമൊന്നുമില്ല, നേരെ പോയിട്ട് റൂം എടുക്കാം. ഒരു 1650 പറഞ്ഞ്. AC റൂമാണ്, വൈഫൈ കണക്ഷൻ ഉണ്ട്. അങ്ങനെ ആകുമ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാമല്ലോ. നല്ല പോത്തീസ് ശരി തന്നെ സെറ്റപ്പ് കേട്ടോ. അവിടെ അടിപൊളിയായിട്ടുള്ള ഇപ്പോഴാണ് വൈബൊന്നും അല്ലേ? സിറ്റിക്കകത്ത് പോയ വൈബ് അതാണ്. ഓക്കെ കണ്ട് IVY റെസിഡൻസി വലിയ കുഴപ്പമില്ലെന്ന് തോന്നണം കേട്ടോ. എന്നാൽ പെട്ടെന്ന് പോയാണ്, ഒന്ന് ക്രോസ് ചെയ്യണം. 1 മണിക്കൂറായല്ലോ. അതെ, അത്ര നേരം ഒരു വണ്ടി വരില്ല. നമ്മൾ ക്രോസ് ചെയ്യുമ്പോൾ വണ്ടിയൊക്കെ വരും. ഓക്കെ ഇനി എനിക്കറിയാം. അതാണ് പ്രശ്നം കേട്ടോ. ഇപ്പോൾ ഒരുത്തിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ അടുത്ത കാറ് വരും. ഇങ്ങനെയാണ് അന്ന് ഒരു കണ്ടന്റ് മുക്കിൽ ആക്സിഡൻ്റ് ആകാൻ പോയത്, ഒരു ആക്റ്റീവായിട്ട്. ഇത് പറഞ്ഞാൽ നമ്മൾ കുറ്റം പറയില്ല ചേർന്ന്. ഓക്കെ, ഇവിടെയാണ് കൊള്ളാം. ഇവിടെ റൂംസ് இருக்கா അവൈലബിൾ? ഡബിൾ 2 പേർക്ക്. ഫാമിലി മാരീഡ് தான். ஆமாம், கோவிலுக்கு வந்தாங்க. உஷா கோவில் ஊட்டிக்கு போனோம். இந்த ஐடி கார்டு உண்டா? இல்லை எடுத்துல அല്ലേ? ஃபோனுண்டா? ஒரு ஐடி தான் இருக்குது. ஐஃபோன் 2 ஐடி வேணுமா? ஓகே. ஒரு ஃபுல் ஃபேமிலி வந்து அப்படி எல்லாம் கேட்பீங்களா? ஃபேமிலி பிரச்சனை இல்லைங்க சார். ஃபேமிலி அம்மா அப்பா பையன் அப்படி வந்தால் பிரச்சனை இல்லை. கப்பலாக வரும்போது கேட்பீங்க? ஓகே. டெய்லி ஸ்டேஷன் இப்படி பிரச்சனை இருக்காங்க. ஓகே. இது வந்து சென்சேஷனல் சிட்டி சார். இங்கே வந்து அது மாதிரி தான் இதாக இருக்கும். ஓகே. இல்லை நான் റൂം ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ. യാസിനില്ല, സൂപ്പർ. തളർന്നു പോയിട്ടോ എൻ്റെ അമ്മോ. അത് തന്നെ സംഭവം. റൂം ഇതാണ്. സൂപ്പർ അല്ലേ? സംഭവം ചെറിയ റൂമാണ്, പക്ഷെ കാണാൻ ലക്സറി ആയിട്ടുണ്ട് അല്ലേ?
ഇപ്പോൾ TV ഉണ്ട്, ഫ്രീ വൈഫൈ കണക്ഷൻ ഉണ്ട്. പിന്നെ എന്തൊക്കെ ഉണ്ട് ഇവിടെ? ബാത്റൂം ഉണ്ട്. വലിയ കുഴപ്പമില്ല, കൊള്ളാം, സൂപ്പർ. മതി. അപ്പോൾ കണ്ണൊക്കെ ചോന്ന് നോക്ക്. മറ്റായി ഒരു വരുവായി. കാടച്ചോട്ടെ ഒരു മറ്റേ ഇത് ലോക്ക് എങ്ങനെയാണിത്? താക്കോലോടെ ഇതാണല്ലേ, വൈഫൈ ആണ്. ലോക്കില്ല, സൂപ്പർ സംഭവം, വൈഫൈ ആണ്. ശരി, ഓക്കെ, സൂപ്പർ. ഹാപ്പി ആണല്ലോ? ആദ്യം ഒരുമാതിരി സംശയം ഉണ്ടായി നമ്മുടെ അടുത്തവർക്ക്, കാരണം കപ്പിളായതുകൊണ്ടേ രാത്രി റൈഡ് വരുന്നത് പോലീസൊക്കെ. ആ സമയത്ത് ID പ്രൂഫ് വെരിഫിക്കേഷൻ ഉണ്ട്. കപ്പിളാണെങ്കിൽ മാത്രം, ഫാമിലി ആണെങ്കിൽ കുഴപ്പമില്ല. അതുകൊണ്ട് ചോദിച്ച് ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യം ചോദിച്ചപ്പോൾ പിടിച്ചില്ലായിരിക്കും. ഒരു സൽക്കരണം ശരിയല്ല. വന്നപ്പോൾ ആദ്യം വരുമ്പോൾ തന്നെ വരണം ഇരിക്കണമെന്ന് പറയില്ല. കാരണം വരുമ്പോൾ തന്നെ വരണം ഇരിക്കണം പറയണ്ട, അതൊന്നും പറഞ്ഞില്ല. അത് പറയാതെ ഒരുമാതിരി ID പ്രൂഫ് ചോദിച്ചാൽ ഭയങ്കര വിഷമമായിപ്പോയി. ഞാൻ പിന്നെ കാര്യം പറഞ്ഞ് ക്ലിയർ ചെയ്തപ്പോൾ മനസ്സിലായി ജെന്യൂനാണെന്നുള്ളത്. പിന്നെ അവർക്ക് ഓക്കെ, ഭയങ്കര കമ്പനിയായി, കുഴപ്പമൊന്നുമില്ല. എന്തിയാ അങ്ങ് നാളെ അങ്ങനെ കെട്ടിപ്പോയി കിടക്കണം അല്ലേ, എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ഡബിൾ ബെഡാണ്. ടെലിഫോണുണ്ട്. ടെലിഫോണിൽ 9 അടിച്ചു കഴിഞ്ഞാൽ അവിടെ താഴെ കോളിൽ പോകും. ഹലോ. അപ്പോൾ കോൾ പോകുന്ന നേരത്ത് ചോദിക്കാം, എന്തൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. കുടിക്കാൻ വെള്ളമുണ്ട്, TV ഉണ്ട്, സെറ്റപ്പ് ബോക്സ് ഉണ്ട്, പിന്നെ ഇവിടെ ചെറിയ എന്തെങ്കിലും വയ്ക്കുക സാധനങ്ങളൊക്കെ, മൊബൈൽ ചാർജ് ചെയ്യാം, വാഷ് ബേസിനുണ്ട്, കണ്ണാടിയുണ്ട്. അപ്പോൾ ഷെൽഫുണ്ട് അവിടെ. ഷെൽഫുണ്ട്, സൂപ്പർ. അപ്പോൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ബാത്റൂം കണ്ടല്ലോ, ഒന്ന് കാണിച്ചേക്കാം. സൂപ്പറാണ് ബാത്റൂം സൗകര്യങ്ങളൊക്കെ, അടിപൊളിയായിട്ട്. എന്തായാലും പുറത്താണ്. നാളെ തന്നെ രക്ഷയില്ല, കണ്ണൊക്കെ ചുവന്നു പോയി. നല്ല ഉറക്കമാണ്. വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്. ആ വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു കാര്യം ചെയ്യുവാണ്, നമുക്ക് സമയം ഇഷ്ടംപോലെ ഉണ്ട്. 24 hours ഉണ്ട്. ഇവിടെ കുറച്ച് കറങ്ങിയിട്ട് ഇവിടെ നിൽക്കായിരുന്നു ഒരു ദിവസമാണെങ്കിൽ. ആ മരുതുമല കോവിൽ പോകണമെന്ന് പറഞ്ഞില്ലേ, അവിടെ കറങ്ങിയിട്ട് വൈകിട്ടാകുമ്പോൾ ഇവിടെ എത്തൂല്ലോ. അടുത്ത പിന്നെ ആവൂലേ. 24 hours ഉള്ളൂ. അപ്പോൾ 8 മണിക്ക് 9 മണിക്കുമ്പോൾ ചെക്കൗട്ട് ചെയ്യണം. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നോക്കാം. നമുക്ക് എന്തായാലും വൈകിട്ടാകുമ്പോൾ അല്ല ഉച്ചയ്ക്ക് ഇറങ്ങാം. നമ്മളെന്തായാലും ഈശാ ശിവൻകോവിലിൽ പോയിട്ടു. അതായത് നമ്മൾ പ്ലാൻ എന്ന് പറഞ്ഞത് നാളെ രാവിലെ ഒരു നേരത്തെ 8-7 മണിക്ക് കഴിച്ചിട്ട് നേരെ ഈശാ ശിവൻകോവിൽ പോയി തൊഴുക. അവിടെ മൊത്തം കറങ്ങിയിട്ട് ചെറിയ കറങ്ങിയിട്ട് ഉച്ചയാകുമ്പോൾ ഇവിടെ എത്തുക. ഇവിടെ വന്നിട്ട് നമ്മൾ ആഹാരം കഴിച്ചല്ലേ, ആഹാരം കഴിച്ചിട്ട് പിന്നെ അപ്പോൾ വന്ന് ചെക്കൗട്ട് ചെയ്യാം. ലഗേജ് ഇവിടെ ഇരിക്കട്ട് എന്തായാലും നമുക്ക് കോവിലിൽ പോയി തൊഴിലിട്ട് വന്നിട്ട് ചെക്കൗട്ട് ചെയ്തിട്ട് ഉച്ചക്കുള്ള ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ പോകാം. ഓക്കെ, അതാണ് പ്ലാൻ. പോയിട്ട് വേണം കഴിക്കാൻ, വേറെ ഒന്നുമില്ല. നമുക്ക് കുറെ സ്ഥലം അവിടെ കാണാനുണ്ട്. ഓ ശരി ശരി, ഒരു ദിവസമേ കിട്ടുള്ളൂ. നമ്മൾ താമസിക്കുന്നതോറും അവിടെ താമസിക്കും. ശരി, അപ്പോൾ ഓക്കെ, അങ്ങനെ ചെയ്യാം. 100 കിലോമീറ്റർ അല്ലേ ഇവിടെ കറക്റ്റ്. അപ്പോൾ ഊട്ടി ഇവിടെ 100 കിലോമീറ്റർ ഇനി ട്രാവൽ ചെയ്യാറുണ്ട്. ഇപ്പോഴേ തളർന്ന് അറ്റമായി. ഗ്ലോ സൂപ്പർ ലുക്കും അല്ലേ. സ്റ്റോൺ ഗോൾഡ് സ്റ്റീവാർട്സ് അല്ലേ, ട്രിപ്പിൾ എച്ച്, ജോൺ സീനൊക്കെ ഓർമ്മയാണ്. പണ്ട് നമ്മൾ WWE കാണുമായിരുന്നു. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഒരു കൊതിയാവും ഗ്ലൗസ് കാണുമ്പോൾ. നമുക്ക് ഇതുപോലെ ഇടാനായിട്ട് പിന്നെ ഗ്ലൗസ് വാങ്ങിയിട്ടപ്പോൾ ഒരു ആ ഒരു ഫീലായി അല്ലേ. ഒരു കെയിൻ, അണ്ടർടേക്കർ, ജോൺ സീനൊക്കെ ആ ഒരു ഫീലുണ്ട്. ഓക്കെ, അയ്യോ മുഖമൊക്കെ ഉണ്ടോ ഒരുമാതിരി എന്തോ. ശരി, കുഴപ്പമില്ല. ട്രാവൽ എങ്ങനെ ആയിക്കോളൂ ബൈക്ക് റൈഡൊക്കെ. ശരി, ഓക്കെ എന്നാ. അപ്പോൾ നമ്മൾ റൂം എടുത്ത് കഴിഞ്ഞിട്ട് 1680 ആയിട്ടുണ്ട്. കുഴപ്പമില്ല, വൈഫൈ കണക്ഷൻ ഉണ്ട്, AC ആണ്, റൂമുണ്ടല്ലോ, സൂപ്പർ. ഇവിടെ നിന്ന് കറക്റ്റ് 30 കിലോമീറ്റർ ദൂരമുണ്ട് ഈശാ ശിവൻകോവിൽ. അപ്പോൾ ഭയങ്കര റൂൾസും കാര്യങ്ങളാണ് അവിടെ. രാത്രി കഴിഞ്ഞാൽ പോലീസ് റൈഡൊക്കെ ഉണ്ട്. അതായത് ചില കപ്പിൾസൊക്കെ അവിടെ ഇല്ലീഗലായിട്ട് വരും. അത് വേറെ കുറേ പ്രശ്നമുണ്ട്. അത് കാരണമാണ് ആദ്യം അവരുടെ അടുത്ത് അവരിങ്ങനെ പെരുമാറിയത്. കാര്യം പറഞ്ഞാൽ മനസ്സിലായി, കുഴപ്പമൊന്നുമില്ല. നമ്മളെ സേഫ്റ്റി വേണ്ടി അവർ പറഞ്ഞത്. പിന്നെ അവർ വരുമ്പോൾ സൽക്കാരണം കാണിക്കണ്ടേ. വരുമ്പോൾ തന്നെ ഇരിക്കണം, ചായ കുടിക്കണം. ചായ കുടിക്കണം അത് കഴിക്കണ്ട. വരുമ്പോൾ ഇരിക്കണം, എന്താ സാർ വേണ്ട, അതൊന്നും പറഞ്ഞില്ല. അതായത് നമ്മളെ സംശയത്തോടെ നോക്കുമ്പോഴേ നമുക്കൊരു വിഷമമായിരിക്കും, മനസ്സിലായോ. അപ്പോൾ അവർക്ക് കുറേ ഒരു എക്സ്പീരിയൻസ് കാണുമായിരിക്കും അവരുടെ സൈഡിൽ നിന്ന്. അത് കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളെ കാര്യം പറഞ്ഞപ്പോൾ അത് മനസ്സിലായിട്ടുണ്ട്, വേറെ വിഷയമൊന്നുമില്ല, എല്ലാം ഓക്കെയാണ്. ഇപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ കഴിക്കാൻ പോകും. പക്ഷേ 10:15 മണിയായിട്ടുണ്ട്. കാപ്പ് കുടിച്ചിരിക്കാനായാലും. അപ്പോൾ എന്തായാലും ഗോപ്രോ കൊണ്ടുപോകുന്നില്ല, വച്ചിട്ട് പോവുകയാണ്. ചാർജ് കഴിയാറായി. അപ്പോൾ അതുകൊണ്ട് നേരെ ഹോട്ടലിൽ പോകും. അടുത്ത ഹോട്ടൽ ഇവിടെ നിന്ന് 100 മീറ്റർ അപ്പുറത്ത് പോയാൽ നല്ല ഹോട്ടലുണ്ട്, വെജിറ്റേറിയൻ ഹോട്ടലാണ്. ചപ്പാത്തി, പൂരി എല്ലാം ഉണ്ട്. കഴിക്കാൻ അവിടെ പോയി. ഓക്കെ, അപ്പോൾ ലൈഫ് അടിച്ച് പൊളിക്കണം. കഴിച്ചിട്ട് അപ്പോൾ ഒരു മസാല ദോശ ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഓണിയൻ റോസ്റ്റ് അല്ലേ, ഓണിയൻ റോസ്റ്റ്, മസാല ദോശ കഴിക്കാന്നാ. പറഞ്ഞതേ പറ്റുമല്ലേ, കൊള്ളാം അല്ലേ. അടിപൊളിയായി, സൂപ്പറായിരുന്നു. ചുമ്മാ പറഞ്ഞാൽ അടിപൊളിയായി. വെജിറ്റേറിയൻ ഹോട്ടലാണ്. കുറേ ഐറ്റം ഉണ്ട്. മസാല ദോശ, നെയ് റോസ്റ്റ്, ബട്ടർ ദോശ, ഇത് കുറേ ഐറ്റം പറഞ്ഞ് നമ്മൾ മസാല ദോശയും ഒണിയൻ റോസ്റ്റ് ഓർഡർ ചെയ്തു. കൊള്ളാം.
നമ്മൾ റൂമിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ തളർന്ന് കേട്ടോ, ഒരു രക്ഷയില്ല. അങ്ങനെ ടി വിയിൽ കാലിച്ച റിസർവ് അല്ലേ പാട്ട് കേട്ടോണ്ടിരിക്കുകയാണ്. പൂവേ വായി പേസും പോത്. ഇത് ഫാൻ ഓട്ടോമാറ്റിക് ഓണാണ്. പ്രാതമല്ലോ ഉണ്ടാ ഓഫ് ചെയ്തല്ലേ. സൂപ്പർ അല്ലേ, ഇന്റീരിയർ ഡിസൈൻ ഒക്കെ അടിപൊളിയാക്കണല്ലേ, സൂപ്പറായി. റൂമൊക്കെ അടിപൊളി സെറ്റാണ്, രക്ഷയില്ല. 24 hours ആണ്, 1650 രൂപ. സംഭവം കൊള്ളാം. ഹോട്ടലിന്റെ പേര് IBY. കറക്റ്റ് ലൊക്കേഷൻ അയച്ചു തന്നേക്കാം. അപ്പോൾ ആർക്കെങ്കിലും ഈസ്റ്റ് ഓഫ് ശിവൻകോവിൽ വരണമെന്നുണ്ടെങ്കിൽ, കോയമ്പത്തൂരിൽ സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വരാൻ കുഴപ്പമൊന്നുമില്ല, സേഫാണ്. പിന്നെ കപ്പിളായിട്ട് വരുമ്പോൾ ചില കാര്യം ചോദിക്കും, അത് എന്ത് ചെയ്യാൻ പറ്റും, കാരണം അവരെ സേഫ്റ്റി നോക്കണ്ടേ. കാരണം വരുന്ന ആൾക്കാർ എങ്ങനെയാണെന്ന് അറിഞ്ഞൂടോ അല്ലേ. സാറേ ഏത് ഹോട്ടലിൽ പോയാലും എൻ്റെ ID പ്രൂഫ് കൊടുക്കും, റൂം ബുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. പ്രാവശ്യം ഇവളുടെ ID പ്രൂഫ് ചോദിച്ചായിരുന്നു. അപ്പോൾ എനിക്ക് പിടിച്ചില്ല സത്യം പറഞ്ഞാൽ. ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ പ്രശ്നമൊക്കെ കൊണ്ട് ഇവിടെ, അതുകൊണ്ടാണ് ഇപ്പം എല്ലാം സേഫ്റ്റി ആയിട്ട് സെക്യൂർ ആയിട്ട് ചെയ്യുകയാണ്, അതുകൊണ്ട് വേറെ വിചാരിക്കലെന്ന് പറഞ്ഞു. പിന്നെ റൂം ബുക്ക് ചെയ്യാൻ സംഭവമെല്ലാം ഓക്കെ ആയി തന്ന് ID പ്രൂഫ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കപ്പിളായിട്ട് വരുമ്പോൾ ID പ്രൂഫ് കാണിച്ചേ പറ്റും നിർബന്ധമായിട്ടും. ഫാമിലി ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഒരാൾ ID പ്രൂഫ് കാണിച്ചാൽ മതി. സംഭവം നല്ല റൂമാണ്, സേഫാണ്, സെക്യൂർ ആണ്, വേറെ വിഷയമൊന്നുമില്ല. 1650 രൂപയ്ക്ക് പുറത്താണ്, 24 hours ആണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ റൂം കാര്യങ്ങളൊക്കെ. അപ്പോൾ വെളിയിൽ പോയി കാപ്പ് പിടിച്ച പേയ്മെന്റ് 310 ആയിട്ടുണ്ട്. മൊത്തം 4 ദോശ വെച്ചല്ലേ, 2 മസാല ദോശ, ഒരു ഓണിയൻ ദോശ, ഒരു പൊടി ദോശ, പിന്നെ 2 ചായ, എല്ലാം കൂടെ 310 ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ചിലവായ മൊത്തം കണക്ക് എത്രയെന്ന് പറയണ്ടേ. രാവിലെ 1000 പെട്രോൾ അടിച്ച്, സെക്കൻഡ് പഴങ്ങാടി കോവിൽ തേങ്ങ അടിച്ച് 3, അത് വേണ്ടല്ലേ, കോവിലുള്ള അത് പറയണ്ട. അത് കഴിഞ്ഞിട്ട് നമ്മൾ കാപ്പ് പിടിച്ച് 120 രൂപ. പിന്നെ അത് കഴിഞ്ഞിട്ട് ലൈം ജ്യൂസ് കുടിച്ച്, അത് ഇത്ര 50 രൂപ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലഞ്ച് കഴിച്ച്, ലഞ്ചായിട്ട് കഴിച്ചില്ല, സ്നാക്സ് ഷാർജയും കുടിച്ച് അല്ലേ, എന്താ ഷേക്ക്, വാനില ഷേക്ക്. അത് എത്രയായി, അത് 200 ആയിട്ടുണ്ട്. ഓക്കെ, അത് 200 രൂപ. പിന്നെ വൈകിട്ട് ചായ കുടിച്ചത് 37 രൂപ, 36 ടാക്സ് GST ചേർത്ത്. ഓക്കെ. പിന്നെ അതിനുശേഷം ഇവിടെ വന്ന് റൂം എടുത്തല്ലേ, അതിനെത്ര 1680 രൂപ. പിന്നെ വൈകിട്ടില്ല, രാത്രി കാപ്പ് കുടിച്ചത് 310 രൂപ. അപ്പോൾ എല്ലാം ടോട്ടൽ എമൗണ്ട് എത്ര, 3000. ഇപ്പോൾ എല്ലാം കൂടെ മൊത്തം പേയ്മെന്റ് എന്ന് പറയുന്നത് 3450. ഇന്നത്തെ മൊത്തം ചിലവ്, ഒരു ദിവസം ചിലവാണ്. ഓക്കെ, അപ്പോൾ വേറെ ഒന്നും പറയാനില്ല, ക്ഷീണമാണ്. ഇപ്പോൾ എഡിറ്റ് ചെയ്യാൻ പോകണം, കുറച്ച് ജോലിയുണ്ട്, പിന്നെ ഉറങ്ങണം, കുറേ കാര്യങ്ങളുണ്ട്. ടീക്കാ, വേറെ ഒന്നും പറയാനില്ലോ. അപ്പോൾ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ച് പൊളിക്കണം, തളർന്ന്. കാരണം ഒറ്റ ലൈഫേ ഉള്ളൂ. അപ്പോൾ ലൈഫ് അടിച്ച് പൊളിക്കണം ഗൈസ്. കമോൺ ഗൈസ്, കട്ടക്ക് നിൽക്കണം. കട്ടക്ക് നിൽക്കാൻ വയ്യ, ഞാൻ ഉറങ്ങട്ടെ. നാളെ കട്ടക്ക് നിൽക്കുക, എന്ന് വന്ന് ഉറങ്ങാൻ പോകും. ടാറ്റാ. അപ്പോൾ അടുത്ത് നാളെ കോവിലിൽ പോകുന്നു, ഊട്ടിക്ക് പോകുന്നു. ഓക്കെ, ബൈ.